ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പമായ ജഡായി എർത്ത് സെന്റർ കാണാനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. കൊല്ലം ജില്ലയിലെ ചടയമംഗലത്താണ് ജഡായി എർത്ത് സെന്റർ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 10 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. ഇവിടുത്തെ റിസപ്ഷൻ ഏരിയയൊക്കെ വളരെ മനോഹരമാണ്. നമുക്ക് നേരെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോകാം. രാവിലെ തന്നെ ഞങ്ങൾ എത്തിയത് കൊണ്ട് ടിക്കറ്റ് കൗണ്ടറിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. ഇവിടുത്തെ പ്രവേശന ഫീസ് ഒരാൾക്ക് 250 രൂപയും പിന്നെ ടാക്സും കൂടിയാണ്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ധാരാളം ആളുകൾ വന്നു തുടങ്ങിയിരുന്നു. ഈ വഴിയാണ് നമുക്ക് മുകളിലേക്ക് പോകേണ്ടത്. ഈ നടപ്പാതയുടെ ഇരുവശത്തും നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രവേശന ഫീസും കേബിൾ കാറിന്റെ ഫീസും കൂടെ ചേർത്ത് ഏകദേശം ഒരാൾക്ക് 550 രൂപയിൽ കൂടുതലാകും. ഇപ്പോൾ ഞങ്ങൾ മുകളിലെത്തിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട്. ഇവിടെ നമുക്ക് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും അകത്തേക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല. ഇത് ഒരു പ്ലാസ്റ്റിക് നിരോധിത മേഖലയായതുകൊണ്ട് പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവരവിടെ വാങ്ങിച്ചു വെക്കും. തിരികെ വരുമ്പോൾ നമുക്ക് കൊണ്ടുപോരാം. സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ബിൽഡിങ്ങിനകത്തേക്കാണ് കയറേണ്ടത്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറിയതിന് ശേഷം ലെഫ്റ്റ് സൈഡിലേക്ക് പോവുക. ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഒരു മുകളിലേക്ക് കയറാനുള്ള ഒരു സ്റ്റെയർ കാണാനായിട്ട് സാധിക്കും. ആ സ്റ്റെയറിന്റെ സൈഡിൽ കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാം. ഇവിടുന്ന് നമുക്ക് കേബിൾ കാറിന്റെ ടിക്കറ്റ് എടുക്കാം. 250 രൂപയും ടാക്സുമാണ് അതിന്റെ ചാർജ് വരുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ഈ ഗ്ലാസ് ഡോറിലൂടെ മുന്നോട്ട് പോകാം. അങ്ങനെ നമ്മൾ പോകുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ അതിന്റെ സുരക്ഷാ നിയമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 4 കേബിൾ കാറുകൾ കൂടുന്ന ഒരു സെറ്റാണ്. ഒരു കേബിൾ കാറിൽ ഏകദേശം 6 പേർക്ക് ഇരിക്കാവുന്നതാണ്. ഇനി നമ്മൾ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ പോകുമ്പോൾ 2-3 പേരെ ഉള്ളെങ്കിൽ തന്നെ ആ 2-3 പേർക്കായിട്ട് ഒരു കേബിൾ കാറ് ലഭ്യമാണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സേഫായി വർക്ക് ചെയ്യുന്ന ഒരു കേബിൾ കാർ സിസ്റ്റമാണ് നമുക്കിവിടെ ഉള്ളത്. കേബിൾ കാർ വരുന്നത് നോക്കി നിന്നപ്പോൾ തന്നെ നമുക്കുള്ള കേബിൾ കാർ എത്തിക്കഴിഞ്ഞു. നമുക്കിവിടെ ഈ കേബിൾ കാറിൽ കയറുമ്പോൾ തന്നെ നമ്മളെ അസിസ്റ്റ് ചെയ്യാനായിട്ട് ഇവിടെ ധാരാളം ആൾക്കാരുണ്ട്. കേബിൾ കാർ നമ്മുടെ അടുത്തെത്തുമ്പോഴേക്കും വളരെ സ്ലോ ആയിരിക്കും. അത് കാരണം നമുക്ക് കയറാനുള്ള ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. അങ്ങനെ ആദ്യത്തെ ക്യാബിനകത്ത് തന്നെ ഞങ്ങൾ കയറി. ക്യാബിനകത്ത് കയറി 2 സൈഡിലായിട്ടാണ് സീറ്റ്. അപ്പം നമ്മൾ ബാലൻസ് ചെയ്തിരിക്കുക, 2 സൈഡിലായിട്ടിരുന്നു. അങ്ങനെ എല്ലാ ക്യാബിനും ആള് കയറിയതിനു ശേഷം കേബിൾ കാറിൻ്റെ ഡോറ് ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞു. അങ്ങനെ കേബിൾ കാർ സ്റ്റേഷനെ പിന്നിലാക്കിക്കൊണ്ട് കേബിൾ കാർ മുന്നോട്ട് നീങ്ങുകയാണ്. നിങ്ങൾ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ ആദ്യത്തെ ക്യാബിനിലോ അല്ലെങ്കിൽ അവസാനത്തെ ക്യാബിനിലോ നിങ്ങൾ കയറാനായിട്ട് ശ്രമിക്കുക. അപ്പം നമുക്കിതുപോലെ കാഴ്ചകളൊക്കെ കണ്ടു പോകാനായിട്ട് സാധിക്കും. ഇതുപോലെയുള്ള നിരവധി തൂണുകളിലാണ് ഈ കേബിൾ കാറിന്റെ കേബിള് ഘടിപ്പിച്ചിരിക്കുന്നത്. താഴെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് കേബിൾ കാറിലൂടെ ഇങ്ങനെ മുകളിലൂടെ പോകുന്നത് വളരെ മനോഹരമായ, മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ഫ്രണ്ട് ക്യാബിനിൽ തന്നെ കയറിയത് കൊണ്ട് ഫ്രണ്ടിലെ വ്യൂ ഒക്കെ നല്ല രീതിയിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചയാണ്. ആ കാണുന്നതാണ് ഇവിടുത്തെ ഹെലിപ്പാഡ്. ഇപ്പോൾ ഹെലികോപ്റ്റർ സർവീസ് ഇല്ല. എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഹെലികോപ്റ്റർ സർവീസ് ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ സൈഡിൽ കൂടെ പോകുന്ന കേബിൾ കാർ കണ്ടോ, അത് മുകളിൽ എത്തിയതിന് ശേഷം താഴേക്ക് പോകുന്ന കേബിൾ കാറാണ്. അതിനുള്ളിൽ ആളിനെ ഒന്നും കാണുന്നില്ല. ആളുകളൊക്കെ മുകളിൽ എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. തിരികെ പോകാനൊന്നും സമയമായിട്ടില്ല. ഈ കേബിൾ കാറുകളെല്ലാം ഒറ്റ കേബിളിൽ കണക്ട് ചെയ്തിട്ടുള്ളതിനാൽ ഒരു കേബിൾ കാറിൽ ആൾ കയറി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ മറ്റതെല്ലാം പുറകാലെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും.
നമ്മുടെ ഈ കേബിൾ കാർ ഇടയ്ക്ക് അല്പനേരം നിർത്തിയിടാറുണ്ട്, അല്ലെങ്കിൽ അല്പനേരം സ്ലോ ആയിട്ടൊക്കെ പോകാറുണ്ട്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേബിൾ കാർ ഏതെങ്കിലും ഒരു സ്റ്റേഷനിൽ ആളുകൾ ഇറങ്ങുന്നുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. ഈ കാണുന്നതൊക്കെ മുകളിലേക്ക് കയറി പോകാനുള്ള സ്റ്റെപ്പുകളാണ്. എന്നാൽ ഇപ്പോൾ നമുക്ക് നടന്ന് കയറാനായിട്ടുള്ള അനുവാദമില്ല. കേബിൾ കാറിൽ കൂടി മാത്രമേ ഇപ്പോൾ മുകളിലേക്ക് പോകാനായിട്ട് അനുവാദമുള്ളൂ. ഇത് ഇവിടുത്തെ ജലസംഭരണിയും അഡ്വഞ്ചർ ടൂറിസത്തിൻ്റെ ഭാഗവുമൊക്കെയാണ് ഈ കാണുന്നത്. ആ പാറയുടെ മുകളിൽ കാണുന്നത് ഇവിടുത്തെ ഒരു സിപ്പ് ലൈൻ്റെ ഒരു സ്റ്റേഷനാണ്. കുറച്ചപ്പുറത്തായിട്ട് മാറി മറ്റൊരു പാറയുണ്ട്. ആ പാറയിലും ഇതുപോലെ തന്നെ ഒരു സ്റ്റേഷനുണ്ട്. ആ പാറയും ഈ പാറയും തമ്മിൽ ഒരു കേബിൾ കൊണ്ട് ബന്ധിപ്പിച്ചിട്ട് ആ കേബിളിലൂടെ തൂങ്ങി അപ്പുറത്ത് കാണുന്ന പാറയിലേക്ക് പോകും. അതാണ് ഇവിടുത്തെ സിപ്പ് ലൈൻ സംവിധാനം. ഈ പാറയുടെ മുകളിലായിട്ട് കാണുന്ന ഈ മരങ്ങളൊക്കെ ഇവിടെ വെച്ചു പിടിപ്പിച്ചതാണ്. മുൻപ് ഈ മരങ്ങളൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇതൊക്കെ വെറും പുല്ല് പിടിച്ചു കിടന്ന സ്ഥലമായിരുന്നു. ഈ പ്രൊജക്റ്റിന് വേണ്ടി ഇതെല്ലാം ചെയ്തെടുത്തതാണ്. മൊത്തം ഏകദേശം 65 ഏക്കർ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. ഇപ്പം നമ്മൾ ഏകദേശം സ്റ്റേഷനിലേക്ക് എത്താറായി. സ്റ്റേഷനിലേക്ക് എത്തും തോറും കേബിൾ കാറിൻ്റെ സ്പീഡ് കുറഞ്ഞു വരും. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. കേബിൾ കാർ നിന്നതിന് ശേഷം മാത്രമേ എഴുന്നേൽക്കാവുള്ളൂ. അങ്ങനെ കേബിൾ കാർ നിന്നു. ഞങ്ങളും പതുക്കെ വെളിയിലേക്ക് ഇറങ്ങുകയാണ്. ഇറങ്ങുമ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ അവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇറങ്ങിയതിന് ശേഷം ഈ വഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറി പോകേണ്ടത്. നമ്മൾ ഈ വഴി കയറി മുകളിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് ജടായുവിൻ്റെ മുറിഞ്ഞുപോയ ചിറകിൻ്റെ ആ ഭാഗമാണ് നമുക്ക് ആദ്യം കാണുവാനായിട്ട് സാധിക്കുന്നത്. ജടായുപ്പാറ കാണാനെത്തിയ നിരവധി ടൂറിസ്റ്റുകളെ നമുക്കിവിടെ കാണാം. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പലരും ഇവിടെ എത്തുന്നുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 1000 അടി ഉയരത്തിലാണ് ജടായുപ്പാറ സ്ഥിതി ചെയ്യുന്നത്. ജടായുവിൻ്റെ ഈ ശില്പത്തിന് 75 അടി ഉയരമാണുള്ളത്. ഈ ശില്പത്തിൻ്റെ നീളം 200 അടിയും വീതി 150 അടിയുമാണുള്ളത്. ഇവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ച വളരെ മനോഹരമാണ്. നോക്കത്ത ദൂരത്തെ മലനിരകളും മേഘങ്ങളൊക്കെ ചായ്ഞ്ഞ് ഇറങ്ങി വന്ന് നിൽക്കുന്നത് പോലെയൊക്കെയുള്ള കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ONV ഗ്രൂപ്പിൻ്റെ ജഡായു സ്മൃതികൾ എന്ന കവിതയുടെ വരികൾ ഇവിടെ മാർബിളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ബിൽഡിങ്ങിൻ്റെ അകംഭാഗം ഒരു ഓഡിയോ വിഷ്വൽ മ്യൂസിയമാണ്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. ഏകദേശം 5 നിലകളുള്ള ഒരു മ്യൂസിയമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പുറത്തെ കാഴ്ചകൾ പോലെ തന്നെ അകത്തും വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജഡായുവിൻ്റെ ചിറകിൻ്റെ മുകളിൽ ഒരു കുരങ്ങൻ കയറിയിരിപ്പുണ്ട്. ഇവിടെ ഇതുപോലെയുള്ള വിശ്രമ കേന്ദ്രങ്ങളൊക്കെ ഉണ്ട്. വെയിൽ കൊണ്ട് ക്ഷീണിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്പനേരം വിശ്രമിച്ചിട്ടൊക്കെ പിന്നെയും കാഴ്ചകൾ കാണാൻ പോകാവുന്നതാണ്. ഇതാണ് ഇവിടുത്തെ ഓപ്പൺ തിയേറ്റർ. ധാരാളം കൾച്ചറൽ ഇവന്റുകളൊക്കെ ഇവിടെ നടക്കാറുണ്ട്. ഇതിനുള്ളിൽ തന്നെ ഒരു ഗിഫ്റ്റ് സെന്റർ ഉണ്ട്. നല്ല മനോഹരമായ ഗിഫ്റ്റുകളൊക്കെ നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ തന്നെ വളരെ ശക്തമായി തന്നെ കാറ്റടിക്കുന്നുണ്ട്. ഈ ഭാഗത്തു നിന്ന് താഴേക്ക് നോക്കിയാൽ വളരെ മനോഹരമായ നല്ല വ്യൂവിൽ കാഴ്ചകൾ കാണുവാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നുകൂടി ആ ശില്പത്തിൻ്റെ ഉയരം നല്ല രീതിയിൽ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് തിരിച്ചു പോകാനുള്ള കേബിൾ കാർ എത്തിക്കഴിഞ്ഞു. നമ്മൾ ഇങ്ങോട്ട് വന്ന അതേ കളറിലുള്ള ബ്ലൂ കളർ കേബിൾ കാർ തന്നെയാണ് തിരിച്ചു പോകാനും നമുക്ക് ലഭിച്ചത്. താഴെ ഇറങ്ങിയതിന് ശേഷം നമ്മുടെ അടുത്തുള്ള കോഫി ഷോപ്പിൽ കയറി ചായയും ജ്യൂസും ഒക്കെ കുടിച്ച് ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി. ഇവിടെ ഒരു ടോൾഡി റൈഡ് ഉണ്ട്. അതെന്താണെന്നറിയാൻ ഞങ്ങൾ അതിലൊന്ന് കയറി. ഈ സീറ്റിൽ നമ്മൾ മുറുകെ പിടിച്ചിരുന്നോണം. നമ്മുടെ ഫ്രണ്ടിലുള്ള ആ സ്ക്രീനിലെ സീൻ മാറുന്നതനുസരിച്ച് നമ്മുടെ സീറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആടാൻ തുടങ്ങും. അതുപോലെ മഴ പെയ്യുന്നത് സ്ക്രീനിൽ കാണിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ദേഹത്തേക്ക് വെള്ളം ചീറ്റിക്കും.
ഇതൊക്കെയാണ് ടോൾഡിയിലെ പരിപാടികൾ. അങ്ങനെ ടോൾഡിയിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കുട്ടികളുമായിട്ട് വേറെ കുറച്ച് ഗെയിമുകളൊക്കെ കളിച്ചു. അങ്ങനെ ജഡായി എർത്ത് സെൻ്ററിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഏകദേശം 2.5 മണിക്കൂറോളം ഞങ്ങളിവിടെ ചിലവഴിച്ചു. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സുകൾ രേഖപ്പെടുത്താം. ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക.